നരേന്ദ്രമോദി രാജാവ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നോട്ട് നിരോധിച്ചത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണിനി. രാത്രി 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ജനങ്ങൾ അത് അത്രയ്ക്ക് മൈൻഡ് ചെയ്തില്ല എന്നാണ് രാജാവിന് തോന്നിയത്. അതോടെ അദ്ദേഹം തൻ്റെ മാന്ത്രിക കുഴലുമായി നഗരത്തിലിറങ്ങുകയായിരുന്നു. ഇതോടെ കള്ളപ്പണങ്ങളായ കള്ളപ്പണങ്ങളെല്ലാം കുഴലൂത്തിന് പിന്നാലെ രാജ്യത്തേക്ക് അലിഞ്ഞു ചേരുകയായിരുന്നു. ഇനിയെങ്കിലും പ്രിയപ്പെട്ട പ്രജകൾ ഒന്ന് കരുതിക്കോളൂ. രാജാവ് ഭായിയോം ബഹനോം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഓർത്തോളൂ, അതിൻ്റെ പിന്നിൽ ഒരപകടം പതിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. ഇനി ഈ അഭിസംബോധന കേട്ട് ഒന്നും കേൾക്കാത്തവരെ പോലെ കിടന്നുറങ്ങിയാൽ വിവരമറിയും. ഇനി മറ്റൊരു സംശയ ദൂരീകരണത്തിലേക്കാണ്. രാജ്യത്ത് നോട്ട് നിരോധിച്ചപ്പോൾ കേരളത്തിലെ നായ്ക്കളൊക്കെ എവിടെയായിരുന്നു എന്ന് ഡെമോക്രസിയും ആരാഞ്ഞിരുന്നു. തെറ്റിദ്ധരിക്കേണ്ട, തെരുവുപട്ടികളുടെ വിഷയമാണ് ഉദ്ദേശിച്ചത്. ജനങ്ങളുടെ കൈവശം കാശില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കും വേണ്ട വിഭവങ്ങൾ ലഭിക്കുന്നില്ല എന്നായിരുന്നു അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം. എന്നാൽ അത് മാത്രമല്ല ഞങ്ങൾ പിന്മാറാൻ കാരണമെന്ന് തെരുവുപട്ടികളുടെ സംസ്ഥാന നേതാവ് പങ്കുവയ്ക്കുന്നു. നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തുറന്നു പറച്ചിലേക്ക് തരത്തിൽ പറഞ്ഞാൽ ഈ കേട്ടതെല്ലാം വിശ്വസിക്കാം. കാരണം മനുഷ്യനേക്കാൾ നന്ദിയുള്ള വർഗ്ഗമാണ് നായ്ക്കൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ആ നന്ദി ഈ പട്ടികളും ഇതുവരെ കാണിച്ചു, അത്രമാത്രം. എന്നാൽ നാട്ടുകാരുടെ പക്കലേക്ക് കാശ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഴയ പണി മെല്ലെ ആരംഭിക്കുമെന്നും ഓഫ് മൈക്കിൽ നായപ്രതിനിധി പങ്കുവച്ചു. ഈ പങ്കുവെച്ച ഭയപ്പാടോടെ പ്രധാന തല്ലിക്കെട്ടുകളിലേക്ക് ഒന്നുകൂടി കടക്കാം. സഹകരണത്തിന്റെ നടുവിൽ ഇൻകുലാബിൻ മക്കൾ. നമ്മൾ വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ. തുഗ്ലക്കിൽ നിർവചനം നൽകി VS-ഉം സമരത്തിൽ. ദീർഘവീക്ഷണമില്ലാതെ അധികാരികൾ നടപ്പിലാക്കുന്ന പരിഷ്കരണങ്ങളെ തുഗ്ലക് പരിഷ്കരണങ്ങൾ എന്ന് കളിയാക്കി വിളിച്ചു തുടങ്ങി. ഇപ്പോൾ മോദി തുഗ്ലക്കിന്റെ പോലും ആധാരാകാരാണ് ശ്രമിക്കുന്നത്. ഉഴവൂർ ഫലിതത്തിൽ ചിരി അടക്കാനാവാതെ പിണറായിയും. വിജയെന്ന പേരുള്ളവരൊക്കെ ഉണ്ടല്ലോ, വിജയിച്ചിട്ടേ പോലുള്ളൂ. ഞങ്ങള് സംശയിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ സാക്ഷരതാ ക്ലാസ് ജയിലിലും. എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ക്ലാസിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രി. ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പട്ടിണി കിടന്ന് വീണ്ടും രംഗത്തിറങ്ങുന്നതിന് മുമ്പായി പട്ടിമുഖ്യന്റെ വാർത്താ സമ്മേളനം. ഞങ്ങൾ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടാറില്ല, അതുപോലെ നഗരം കത്തിയിരിക്കുമ്പോൾ വീണ വായിക്കാറുമില്ല. ആറന്മുളയിൽ സമരത്തിന് ആരവമടങ്ങിയപ്പോൾ എരുമേലിയിൽ ആരവം ഉയരുന്നുണ്ട്. വിമാനത്താവളമാണ് വിഷയം. പിണറായി ഉയർത്തിയ വിമാനത്താവള ആശയത്തിന് ഇവിടുത്തെ BJP-ക്കാർ തന്നെയാണ് തടയിടാൻ വരുന്നത്. എന്നാൽ PC അച്ചായൻ മനസ്സിൽ വിമാനത്താവളം പണിഞ്ഞു കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ ശബരിമല സീസൺ കഴിഞ്ഞാൽ അനാവശ്യമായി ഒഴിഞ്ഞുകിടക്കുന്ന വിമാനത്താവളത്തിൽ റബ്ബറും കൊപ്രയും ഉണക്കാൻ അനുമതി ആവശ്യപ്പെട്ട് കർഷകരും രംഗത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനായി ഊർജം സംഭരിക്കാൻ തൽക്കാലം പിൻവാങ്ങുകയാണ്. വിമാനത്താവളവുമായി വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.